നമസ്കാരം. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് തീരും. ഇന്ന് 3 മണി വരെ പത്രിക നൽകാം. ഇതുവരെ 95,369 പത്രികകളാണ് സമർപ്പിക്കപ്പെട്ടത്. ഏറ്റവും കൂടുതൽ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത് തൃശൂരിലാണ്. പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്തുണ്ട്. ശനിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തീരുന്നത് തിങ്കളാഴ്ചയാണ്. അതേസമയം പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. സംസ്ഥാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇന്ന് OP ഡ്യൂട്ടി ബഹിഷ്കരിക്കും. MBBS ഉൾപ്പെടെയുള്ള കോഴ്സുകളുടെ തിയറി ക്ലാസുകളിലും പങ്കെടുക്കില്ല. 29-നും OP ബഹിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. OPകളിൽ PG വിദ്യാർത്ഥികളും ഹൗസ് സർജന്മാരും മാത്രമേ ഉണ്ടാകൂ. ലേബർ റൂം, ICU, അടിയന്തര ശസ്ത്രക്രിയകൾ എന്നിവയിൽ ഡോക്ടർമാർ ഹാജരാകും. ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യുക, പുതിയ തസ്തികകൾ സൃഷ്ടിക്കുക എന്നീ ആവശ്യങ്ങളുമായി KGMCTയുടെ ആഭിമുഖ്യത്തിലാണ് റിലേ സമരം നടക്കുന്നത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കം. തിയേറ്റർ നടത്തിപ്പുകാരന് കുത്തേറ്റു. തൃശൂരിൽ രാഗം തിയേറ്ററിന്റെ നടത്തിപ്പുകാരൻ സുനിലിനാണ് കുത്തേറ്റത്. വെള്ളപ്പായയിലെ വീടിന് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. വീടിന്റെ ഗേറ്റ് തുറക്കുന്നതിനായി കാറിൽ നിന്നിറങ്ങിയപ്പോഴായിരുന്നു ആക്രമണമുണ്ടായത്. 3-അംഗ ഗുണ്ടാസംഘമാണ് സുനിലിനെ കുത്തിയത്. ഡ്രൈവർ അനീഷിനും വെട്ടേറ്റു. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണെന്നാണ് സൂചന. കാറിന്റെ ചില്ല് തകർത്തു. കാറിനകത്തിരുന്ന സുനിലിന്റെ കാലിനാണ് പരിക്കേറ്റത്. ഡ്രൈവർ അനീഷിന്റെ കയ്യിലും പരിക്കേറ്റിട്ടുണ്ട്. സംഭവം കൊട്ടേഷൻ ആക്രമണമാണെന്ന് പോലീസ് അറിയിച്ചു. ഒറ്റയ്ക്ക് മത്സരിക്കും, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കോൺഗ്രസിനെ ഞെട്ടിച്ച മുസ്ലിം ലീഗ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ മുസ്ലിം ലീഗിന്റെ തീരുമാനം. കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ചയിൽ ധാരണയാകാത്തതിനെ തുടർന്നാണ് ലീഗിന്റെ കടുത്ത തീരുമാനം. അമ്പലപ്പുഴ ഡിവിഷനിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെയും പ്രഖ്യാപിച്ചു. കോൺഗ്രസ് മത്സരിക്കാനിരുന്ന സീറ്റിലാണ് ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അമ്പലപ്പുഴ ഡിവിഷനിൽ ലീഗ് സ്ഥാനാർത്ഥി ഇന്ന് പത്രിക നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് അൽത്താഫ് സുബൈറാണ് സ്ഥാനാർത്ഥി. അമ്പലപ്പുഴ ഡിവിഷൻ ആവശ്യപ്പെട്ട ലീഗിന് പുന്നപ്ര നൽകാമെന്ന് കോൺഗ്രസ് അറിയിച്ചിരുന്നു. എന്നാൽ പുന്നപ്ര വേണ്ടെന്നായിരുന്നു ലീഗിന്റെ നിലപാട്. ശബരിമല സ്വർണ്ണക്കൊള്ള. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും. അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം. അതേസമയം സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ദേവസ്വം ബോർഡിന്റേത് സ്വതന്ത്ര തീരുമാനമാണ്. അത് സർക്കാർ അറിയണമെന്നില്ല. ഇത് സംബന്ധിച്ച് ഒരു ഫയലും തന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു.